ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്തിമ വിചാരണ ഇന്നു മുതൽ ആരംഭിക്കും. വ്യവസായിയായ മുഹമ്മദ് നിഷാം ഏകപ്രതിയായ കേസിൽ ഇയാളുടെ ഭാര്യ അമൽ ഉൾപ്പെടെ 111 സാക്ഷികളെയാണ് വിസ്തരിക്കുന്നത്. ചന്ദ്രബോസിന്റെ മരണമൊഴി ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സാക്ഷിമൊഴികളാവും കേസിൽ നിർണായകമാവുക. അതേസമയം സുരക്ഷാ ഭീഷണിയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് വിചാരണ കോടതി ജഡ്ജി KP സുധീറിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. ജനുവരി 29-ന് പുലർച്ചെയാണ് തൃശൂർ ശോഭ സിറ്റിയിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഫെബ്രുവരി 16-ന് ചികിത്സയിലിരിക്കെ മരിച്ചു. ഏപ്രിൽ 4-നാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മുൻവൈരാഗ്യത്തെ തുടർന്ന് ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം ആഡംബരക്കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം. ചന്ദ്രബോസിന്റെ മരണമൊഴിയും രക്തം പുരണ്ട വസ്ത്രം ഉൾപ്പെടെയുള്ള പ്രധാന തെളിവുകളും ഇല്ലാത്ത കേസിൽ സാക്ഷിമൊഴികളാണ് നിർണായകം. നിഷാമിന്റെ ഭാര്യ അമൽ, ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി എന്നിവർ 11ഉം 12ഉം സാക്ഷികളാണ്. ഇവരുൾപ്പെടെ 14 സാക്ഷികളുടെ മൊഴികൾ 164-ാം വകുപ്പ് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സാക്ഷികൾ കൂറുമാറുമോ എന്ന ആശങ്കയും പ്രോസിക്യൂഷനുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്നത് പ്രമുഖ അഭിഭാഷകൻ CP ഉദയഭാനുവാണ്. നിസാമിന്റെ വൈഫ് എങ്ങനെ പറയുന്നുള്ളത് അന്ന് വരുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നിസാമിന്റെ ഭാര്യ എന്ന 11-ാം സാക്ഷിയാണ്. അവരൊരു പക്ഷേ വിചാരണയ്ക്ക് വരുമ്പോൾ നമുക്ക് മൊഴി തന്നത് കൂടാതെ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, ആ മൊഴിയിൽ ഒരു സത്യസന്ധതയുണ്ടല്ലോ. അപ്പോൾ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. നവംബർ 17-നകം വിചാരണ നടപടികൾ പൂർത്തിയാക്കി 30-ന് വിധി പറയാനുതകും വിധത്തിലാണ് വിസ്താര ക്രമീകരണം. ആക്രമണം നടന്ന ദിവസം മുതൽ പോലീസ് കസ്റ്റഡിയിലും പിന്നീട് ജയിലിലുമാണ് പ്രതി മുഹമ്മദ് നിഷാം. അതേസമയം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KP സുധീറിന് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.